ഇവിടെ ഗ്രാമപ്രദേശത്ത് ഒരു LP സ്കൂളിൽ ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ അതിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ അവിടുത്തെ മെമ്പർ പോയിരിക്കണം. കഴിഞ്ഞ 7-8 വർഷമായിട്ട് അങ്ങനെ ഒന്നുണ്ടോ? മുൻ പഞ്ചായത്ത് പ്രസിഡന്റിലെ ഇവിടെ ഇരിക്കണ ടീച്ചർ പറയട്ടെ, ഈ മാട്ടൂൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങളുടെ ഒരു ബീവറേജസ് ഔട്ട്ലെറ്റ് വന്നാൽ ആ ഔട്ട്ലെറ്റ് ഇവിടെ പാടില്ല. ഇവിടെ പള്ളിയുണ്ട്, ഇവിടെ അമ്പലമുണ്ട്, ഇവിടെ ചർച്ചുണ്ട്, സ്കൂളുണ്ട് എന്ന് പറയാൻ ഈ പഞ്ചായത്തിന് അധികാരമുണ്ടോ? ഒരു കള്ള് ഷാപ്പ്, ഒരു ചാരായ ഷാപ്പ് ഈ പഞ്ചായത്തിന് വേണ്ടെന്ന് പറയാൻ അധികാരമില്ലെങ്കിൽ, പിന്നെ എന്ത് കോപ്പിലെ ഭരണമാണ് ഈ ജനകീയാസൂത്രണം അല്ലെങ്കിൽ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? എന്ത് അധികാരമാണ്? ഒരു മാലിന്യ പ്ലാന്റ് വന്നാൽ വേണ്ടെന്ന് പറയാൻ പറ്റാത്ത പഞ്ചായത്ത്, ഒരു ക്വാറി പൊട്ടിക്കുമ്പോൾ അത് നാട്ടിൽ അപകടം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റാത്ത പഞ്ചായത്ത് എന്ന അധികാരം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് ആ അധികാരം എടുത്തു കളഞ്ഞത്. എന്തിന്? സർവ്വവ്യാപിയായി കള്ളു ഷാപ്പ് കൊണ്ടുവരാൻ, ഇവിടുത്തെ മുതലാളിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ. സ്നേഹമുള്ളവരെ, സഖാവ് പിണറായി വിജയൻ എന്തെല്ലാം പണിയുണ്ട്. ഈ മന്ത്രിമാരുടെ മുഴുവൻ പണി അയാളെടുക്കണം. അയാൾ ഒറ്റക്കെടുക്കണ്. മന്ത്രിമാർക്കൊന്നും ഒരു പണിയുമില്ല. മക്കൾക്ക് വരുന്ന സമൻസ് വായിച്ച് തീർക്കണത്തിൻ്റെ അതിനെന്നെ സമയം വേണം. ആജാതി സമൻസ് വരികയാണ്. അതിനിടയിൽ ഈ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? 4 മിഷൻ ഉണ്ടാക്കി, ബട്ട് നോ വിഷൻ, ഓൺലി മിഷൻ. 4 എണ്ണം. നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് ഭരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 4 എണ്ണം. ആർദ്ര മിഷൻ, ഹരിത കേരളം മിഷൻ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മിഷൻ, പിന്നെ എന്താണ് ലൈഫ് മിഷൻ. അതിൻ്റെ മറവിൽ കോടികൾ ഉണ്ടാക്കി. പഞ്ചായത്തിന് അധികാരം പോയി, ഗ്രാമസഭകൾ നിശബ്ദമായി, ഗ്രാമത്തിന്റെ ഊർജ്ജസ്വലത കളഞ്ഞു, പ്ലാൻ ഫണ്ടുകൾക്ക് ടാഗ് വന്നു, ഇന്ന ഹെഡിലെ ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന വന്നു. തകർത്തു കളഞ്ഞു പഞ്ചായത്തുകളെ. ഇപ്പോഴും അങ്ങനെയാണ്. അധികാരത്തെ മുഴുവൻ സെൻട്രലൈസ് ചെയ്തു. UDF പറയുന്നത് ഞങ്ങളത് തിരിച്ചു കൊടുക്കുമെന്നാണ്. കൊടുത്തേ മതിയാവൂ. കാര്യമെന്ത്? അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് UDF. ഗ്രാമസ്വരാജ് ഈ രാഷ്ട്രപിതാവിന്റെ സ്വപ്നമാണ്. അധികാരത്തെ സെൻട്രലൈസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയുമാണ്. കേരളത്തിൽ നിങ്ങളെ പഞ്ചായത്തിലടക്കം ഞാൻ ചോദിക്കട്ടെ, ഈ സഞ്ജു നോക്കി വന്നിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനില്ലേ? 5-8 കൊല്ലമായിട്ട് അവരവിടെ കാണാത്തത്. സാധുക്കളാണ്, കുറെ ആത്മാർത്ഥമുള്ള ആളുകൾ പരിഷത്തിലുണ്ട്. എന്താ വരത്തതറിയോ? അവർക്കറിയാം പഞ്ചായത്തിന് പ്രത്യേകിച്ച് നിർവഹിക്കാൻ കഴിയുന്ന പലതിനെയും ഇല്ലാതെയാക്കിയിട്ടുണ്ട്. EMS എന്ത് വിയോജിപ്പുകൾ പറഞ്ഞാലും ജനകീയാസൂത്രണ രീതികളോട് താല്പര്യം കാണിച്ചിരുന്ന ഒരു നേതാവാണ്. EMS കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന CPM പടായി ഒന്നും ഞങ്ങൾ വിശ്വസിക്കണില്ല. അദ്ദേഹം ഒരു കൊള്ളാവുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നു. EMS നായനാർ CPM-ന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാരന് ചിരിക്കാൻ അറിയാം എന്ന് മനസ്സിലായത് നായനാർ വന്നപ്പോഴാണ്. കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മാനുഷിക മുഖമുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലായത് അയാൾ വന്നപ്പോഴാണ്. നായനാര് ആ സൗമ്യമായ ചിരി പോലെ തന്നെ നിഷ്കളങ്കമായ ജീവിതം ജീവിച്ചു തീർത്ത ആളാണ്. VS അച്യുതാനന്ദൻ വന്നു. VS ഒരു പോരാളിയാണ്. കർഷകർക്കിടയിൽ നിന്ന് വന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയാവാൻ VS ചെയ്തത് എന്തെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ എല്ലാ സമരമുഖങ്ങളിലും VS പോയി. മലമടക്കുകൾ കയറി, ആദിവാസി കുടിലുകളിൽ പോയി, എല്ലാവരോടും സംവദിച്ച് പടിപടിയായാണ് ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നത്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ്. ഒരുപാട് വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും VS ഒരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല. VS സ്വന്തം മകനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് CBIക്ക് കത്തെഴുതി. പിണറായി വിജയൻ കത്തെഴുതുമോ? CBIക്ക് വേണ്ട, മാട്ടൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹെഡ് കോൺസ്റ്റബിളിന് കത്തെഴുതുമോ? എൻ്റെ മോനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യം ഉണ്ടാവോ? VS എഴുതി. എന്നാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നത് എങ്ങനെയെന്ന് സഖാക്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ വന്നതാ? അല്ല. കൃത്യമായ പ്ലാനിങ്. എല്ലാം ഒരു കൂട്ടി വെച്ചു. ആദ്യം ചെയ്തത് തകരാത്ത ഇമേജുമായി ജീവിച്ച ഒരു മനുഷ്യൻ, പാവങ്ങളുടെ കൂടെ നിന്ന ഒരു മനുഷ്യൻ. ഈ മാട്ടൂൽ സാക്ഷിയാണ്.
കണ്ണൂർ സാക്ഷിയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ കാതു കേൾക്കാതെ സങ്കടപ്പെടുന്നവരെ, സംസാരിക്കാൻ വയ്യാത്തവരെ, എല്ലാ ദുർബല വിഭാഗങ്ങളെയും അഡ്രസ് ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് ആ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ ഇകഴ്ത്താൻ പറയാൻ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിന് സുപരിചിതമല്ലാത്ത വ്യക്തിവേട്ട നടത്തിയത് സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അത് ചെയ്തു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പിണറായി ഒരു ജാഥ നടത്തി. ആ ജാഥയിലാണ് മലയാള ഭാഷയിൽ പൗരപ്രമുഖൻ എന്ന ഒരു ടേം ഉണ്ടാവുന്നത്. ആരാ പൗരപ്രമുഖൻ? നാട്ടിലെ കച്ചവടക്കാര്, പൈസക്കാര്, ധനാഢ്യന്മാര്, കോറി മുതലാളിമാര്, അബ്കാരികള്, പ്രവാസികള്, എല്ലാവരെയും പിണറായി കണ്ടു. കർഷകനെ കണ്ടോ? VS പോയ പോലെ മലമടക്കുകൾ കയറിയോ? സമരമുഖങ്ങളിൽ പോയോ? ഈ സമ്പന്ന വർഗത്തെ വെച്ച് പിണറായി ഒരു വലിയ നിരയെ ഉണ്ടാക്കി. ഒരു വലിയ നിര. പണമെറിയാൻ സമ്പന്നന്മാർ, കൊന്നുതള്ളാൻ ഗുണ്ടകൾ, സ്തുതി പാടാൻ മീഡിയകൾ, പാട്ടി പിടിക്കാൻ ഇടത്തട്ടുകാർ, കള്ള മുതൽ ഒളിപ്പിക്കാൻ ഊരാലുങ്കൽ പോലെയുള്ള സംവിധാനങ്ങൾ, സ്വദേശത്തും വിദേശത്തും വലിയ ബൂർഷ്വ ബന്ധങ്ങൾ, ഡൽഹിയിൽ കേസുവാദിക്കാൻ വില കൂടിയ വക്കീലന്മാരുടെ പാനൽ, പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് അവിഹിതമായി പലതും വാങ്ങാൻ ഇടനിലക്കാരനാവാൻ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ചെരുപ്പ് നക്കികളായ MP-മാർ, എല്ലാവരെയും ഉണ്ടാക്കി ഒരു മാഫിയ സംഘം പോലെ പട്ടിപ്പട്ടിയായി എല്ലാം ഒരുക്കി വെച്ചാണ് പിണറായി വിജയൻ ഇക്കണ്ട കാലം കേരളം ഭരിച്ചത്. എല്ലാവരെയും. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത് എന്ന് ഒരു സഖാവ് പറഞ്ഞേ? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. പശ്ചിമ ബംഗാളിന്റെ അവസാന കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറിയുമാണ്. മനാത്തുമാല സാഹിബ് ലീഗിന്റെ അധ്യക്ഷനാണ്. കൽക്കത്തയുടെ തെരുവുകൾ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ലിയുടെ ഗ്രാമങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ നെല്ലി ഗ്രാമങ്ങളിൽ കണ്ടത് എനിക്കിപ്പോഴും മറക്കാനാവില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉഗ്രപ്രതാപിയാണ്. പക്ഷെ അവസാന നാളുകളാണ്. ഗുണ്ടകൾ തെരുവിൽ നമ്മെ ചോദ്യം ചെയ്യുന്ന ഒരിടമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ഈ സഖാക്കളെ ബംഗാളിന്റെ തെരുവിൽ നിന്ന് ആട്ടി ഓടിച്ചു. സഖാവേ, അവസാന നാളുകളിൽ ബംഗാളിൽ കണ്ട കാഴ്ചയാണ് ഈ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങളെ കുറിച്ച് കാണുന്ന കാഴ്ച. എല്ലാം തീർന്നിരിക്കുന്നു. കമ്മ്യൂണിസവും ഇല്ല, മാർക്സിസവും ഇല്ല. ഞങ്ങൾ കോഴിക്കോട്ടുകാര് മുതലക്കുളം മൈതാനി എന്ന് പറയും. നിങ്ങൾ കാട് എന്തോ കുഴപ്പമാണ്, അവിടെ മുതലേ ഇല്ല, അവിടെ കുളവും ഇല്ല. അതുപോലെയാണ് ഇപ്പൊ CPM. കമ്മ്യൂണിസവും ഇല്ല, മാർക്സിസവും ഇല്ലാത്ത കള്ളന്മാരുടെ പാർട്ടിയാണ്. കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ ചെറിയ കള്ളന്മാരല്ല. പിണറായി വിജയന്റെ വീട്ടിൽ മുഴുവൻ കള്ളന്മാരാണ്. മകളുടെ പേരിൽ കളവ് അല്ലേ, അഴിമതി. മകന്റെ പേരിൽ അഴിമതി, മകന്റെ അമ്മോഷന്റെ പേരിൽ അഴിമതി. വാപ്പ നേരത്തെ അടിച്ചു മാറ്റുന്ന ആള് ഇല്ലേ? മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായിരുന്ന ശിവശങ്കരൻ ജയിലില്, ഇടങ്കയ്യായിരുന്ന പത്മകുമാർ ജയിലില്, ഇടത്തും വലത്തും നിന്ന് വാസു ജയിലില്. കഴിഞ്ഞ നിയമസഭയിൽ ഞാനുണ്ടായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകയും വിദൂഷകയുമായ ആരോഗ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പ്രസംഗിച്ചതാണ്. ഈ കപ്പലിൽ തകരില്ല സാർ, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ. ശരിയാണ്, സകലമാന കള്ളന്മാരും കയറിയ ഈ കപ്പലിന് പെരുങ്കള്ളനായ പിണറായി വിജയൻ തന്നെയാണ് ഒരു കാവലാളാവേണ്ടത്, ഒരു കപ്പിത്താനാവേണ്ടത്. സംശയമില്ലാത്ത കാര്യമാണ്. എവിടെയാണ് ഒരു പാർട്ടി പോയി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്തെല്ലാം ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്. അത്ഭുതം തോന്നും. ഞാൻ കഴിഞ്ഞ, നമുക്കറിയാലോ, ഫലസ്തീൻ വിഷയത്തിൽ എറണാകുളത്ത് നമ്മളൊക്കെ പോയവരാണ്. ഫലസ്തീൻ്റെ അംബാസഡർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ യാസർ അറഫാത്തിൻ്റെ സുഹൃത്തായിരുന്നു നിങ്ങളുടെ നേതാവ് ഈ അഹമ്മദ് സാഹിബെന്ന്. വിജൃംഭിച്ചു പോയ, രോമം എഴുന്നു നിന്നുപോയ മുഹൂർത്തമായിരുന്നു അത്. ഈ അഹമ്മദ് സാഹിബ് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ലീഗുകാർക്ക് അതെത്ര സന്തോഷമാണ്. എന്നിട്ടാണ് ലീഗിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള, ഇപ്പോൾ ലീഗിനോളം മാത്രം ചെറുപ്പവുമുള്ള ഒരു പാർട്ടിയാണല്ലോ CPM. ആ പാർട്ടിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമുണ്ടായത്. ജ്യോതി ബസു പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞു. അന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് എന്താ തീരുമാനിച്ചെന്നറിയോ?
ബൂർഷ്വാ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ഒരു ഗവൺമെന്റില് ഞങ്ങൾ നിൽക്കില്ല. പുറങ്കാല് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ചവിട്ടിത്തെറിപ്പിച്ചു. സഖാവേ, ആ പാർട്ടിയാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന PM ശ്രീ പദ്ധതിയിൽ തൻ്റെ 2 മക്കളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ കൊണ്ടുപോയി ഒപ്പുവെച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. PM ശ്രീ ഒരു ചെറിയ വിഷയമല്ല. നമ്മളുടെ മക്കളിലെ മനസ്സിലേക്ക് വിഷം ഇറക്കുന്ന പാഠ്യപദ്ധതിയാണ്. ആ പുസ്തകത്തിൽ നെഹ്റുവില്ല, ആ പുസ്തകത്തിൽ ഗാന്ധിജിയില്ല. അവിടെ ഉള്ളത് സവർക്കറും ഗോൾവാൾക്കറുമാണ്. അവരെയാണോ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്? ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഇടനിലക്കാരൻ ഒത്തുചേർന്നാണ് ഇത് ഒപ്പുവെച്ചത് എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ M ശ്രീയുമായി കരാറുണ്ടാക്കി. RSSന്റെ ആ കരാറിലെ പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് എന്തെന്നറിയോ? കണ്ണൂരിലെ സമാധാനം മാത്രമല്ല, മലപ്പുറത്തെ ഒരു തീവ്രവാദ ഡിസ്ട്രിക്റ്റ് ആക്കാൻ പിണറായി സഹായിക്കണമെന്നാണ്. RSSകാരനായ ശ്രീ എമ്മിന് ഭൂമി വിട്ടുകൊടുത്തു പിണറായി വിജയൻ. ഗവൺമെന്റിന്റെ ഭൂമി, പിണറായിന്റെ തറവാട്ട് സ്വത്തല്ല, ഈ രാജ്യത്തിന്റെ ഭൂമി ഇല്ലേ? എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രത്യേക ചാർജ് കൊടുത്ത് മലപ്പുറം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ഡിസ്ട്രിക്റ്റ് ആക്കി നിങ്ങൾ മാറ്റി. ഇന്ത്യയിലെ ഈ പറയുന്ന CPM-കാരൻ. എന്നിട്ടോ കണ്ണൂരിലെ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അത് സ്വർണ്ണവേട്ട, കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ തീവ്രവാദ സ്വർണം, കൊടകര BJP-യുടെ പണം പിടിച്ചാൽ അത് ഹലാലായ ഹവാല, മലപ്പുറത്ത് നിന്ന് ഹവാല പിടിച്ചാൽ അത് തീവ്രവാദ ഹവാല. നിങ്ങളാക്കിയതല്ലേ? ഞാൻ ചോദിക്കുന്നത്, മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ, ഇവിടെ മാട്ടൂലിൽ ലൈവ് മാട്ടൂലൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കുട്ടികളെ ജയിപ്പിച്ചാൽ അവർക്ക് അനുമോദനം, അവർക്ക് വലിയ സൗകര്യം. മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചാൽ കോപ്പി അടിച്ച് ജയിച്ചോര് ഇല്ലേ? CPM-കാരാ. ലവ് ജിഹാദ് എന്ന ഒരു ടേം ഇന്ത്യയിലെ ഇസ്ലാമോഫോബിക്കിലേക്ക് ഇട്ടുകൊടുത്തത് നിങ്ങൾ ഈ CPM-കാരാണ്. എത്രമാത്രം വലിയ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ മെനഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് പോയപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ CPM-ന്റെ ഒരു ജാഥ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നല്ല രസമുള്ള ഒരു മിലിറ്ററി ഗ്രീനാണ് അത് ചുമരിലുള്ളത്. പച്ചക്ക് എത്ര വേർഷൻ ഉണ്ട്. CPM-ന്റെ ജാഥയാണ് കേട്ടോ. അതിലൊരു നേതാവിൻ്റെ ഒരു അറുവഷളൻ ബോഡി ലാംഗ്വേജിൽ അയാൾ ചോദിക്കുകയാണ്, എടോ UDF ഇവിടെ ആരോടോ പച്ചടിച്ചത്? രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ? ഇത് പാകിസ്ഥാനാക്കുകയാണോ? കാസർഗോഡ് പോലെ ഒരു സെൻസിറ്റീവ് പ്രദേശത്ത് പോയിട്ട് ഒരു CPM-കാരൻ്റെ ചോദ്യമാണ്. എടോ CPM-കാരാ, കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾക്ക് നിങ്ങൾ ചുമന്ന പെയിൻ്റ് അടിച്ചിട്ടുണ്ട്? ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എടോ നീ ഇത് ചൈനയാക്കാണ് റഷ്യയാക്കാണ്? എന്താ ചോദിക്കാത്തതെന്നറിയോ? നീ തിന്നുന്ന ചോറല്ല ഞങ്ങൾ തിന്നുന്നത് എന്നതുകൊണ്ടാണ്. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, എൻ്റെ തന്തയല്ല എൻ്റെ തന്താന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വൃത്തികേട് പറയുമ്പോഴുണ്ടല്ലോ. എടോ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കളറ് കാവ്യാണ്. അത് RSSും CPM തമ്മിലുള്ള ബന്ധമാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. പെയിൻ്റ് അടിച്ചിട്ടാണോ? അല്ലെങ്കിൽ പെയിൻറ്റിന് എന്താ കുറവ്? ഇപ്പം ചുമന്ന പെയിൻറ്റ്, എനിക്ക് ചുവപ്പ് കളർ നല്ല ഇഷ്ടമാണ്. എൻ്റെ ഷർട്ടും ടീഷർട്ടും ആയിട്ട് ചുമന്ന കളറുണ്ട്. കളറല്ലടോ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ മാട്ടൂലൊരു പീടിയെ പോയിട്ട് പറയണം, ഒരു പച്ച പെയിൻ്റ് എടുക്കുക പറഞ്ഞാൽ പീഡിയക്കാരൻ നോക്കും, പിന്നെ തെച്ചങ്ങായി. കാരണം പച്ചക്ക് 56 വെർഷനിട്ടേ ഉണ്ട് ബർജർ പെയിൻറ്റിൽ. ഇനി അത് ഏഷ്യൻ പെയിൻറ്റിലാണെങ്കിൽ 100 ചില്ലാനുണ്ട്. എത്ര കളറുകളുണ്ട്? എത്ര കളറുണ്ടോ? ഈ കളറുകൾക്കൊക്കെ ഞാൻ കണ്ണൂർ അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്ത് സെൻട്രൽ ജയിലിൽ നന്നാക്കി. പിണറായി വിജയനാണ് നന്നാക്കിയത്. നന്നാക്കിയൊക്കെ ഉഷാറാക്കി. ഒരു ദിവസം കുട്ടികൾ മുഴുവൻ ഫോണുണ്ട്. എന്താണ് ഷാജി സാഹിബേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളല്ലേ ഇവിടുത്തെ MLA? അവരെ അതെ. പിന്നെ എന്താ ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുഴുവൻ ചോപ്പടിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവനാൻ്റെ തറവാടിന് അവനാൻ ഇഷ്ടപ്പെട്ട കളർ അടിക്കണതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതവരുടെ തറവാടല്ലേ. ഞാൻ ചോദിക്കുന്നത്, വൈകാരികമായി കുട്ടികൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതൊക്കെ ഒരു തമാശാക്കുക എന്നല്ലാതെ ഈ കളറിനൊക്കെ വർഗീയത കാണിക്കണോ? CPM-കാരാ, എന്തൊരു ഇസ്ലാമോഫോബിക്കാണോ നിങ്ങൾ? പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ വിഷജന്തു, തീവ്രവാദി. ഇത് തെരഞ്ഞെടുപ്പ് യോഗമാണ്, ചട്ടലംഘനാവും എന്നാ കേട്ടോ. ഞാൻ ഡേറ്റ് പറയാം, 2017 ഫെബ്രുവരി 9 SFIയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരെ കണ്ടാൽ
തീവ്രവാദിയോ അപകടകാരിയോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. എം പ്രകാശൻ മാസ്റ്റർ. ഡേറ്റ് 2021 ഏപ്രിൽ 26. സിദ്ദിഖ് കാപ്പൻ വിഷയം. പാലത്തായിലെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു അധ്യാപകൻ മാരകമായി പീഡിപ്പിച്ചു. വിഷയമായി, പോക്സോ കേസായി. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആരെന്താ പറയില്ല നിങ്ങൾ, ടീച്ചർ അമ്മ. ടീച്ചർ എന്നതിന്, ഗുരു എന്നതിന് വലിയ അർത്ഥമുണ്ട്. അമ്മയ്ക്ക് അതിലും വിശാലമായ അർത്ഥമുണ്ട്. ഈ രണ്ട് പേരിനും യോഗ്യയല്ല ശൈലജ. ആ ശൈലജ കേസ് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ വസ്തുതാപരമായി പറയണമല്ലോ, CPM-ന്റെ പ്രോസിക്യൂട്ടർമാർ പക്ഷെ അതിന് കൂട്ടുന്നില്ല. തലശ്ശേരി കോടതി ശിക്ഷ വിധിച്ചു. BJP-കാരൻ അറസ്റ്റിലായി. ആ സമയത്ത് CPM-ന്റെ ഹരീന്ദ്രൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ സ്റ്റേറ്റ്മെന്റ്? പ്രതി ഹിന്ദുവായതുകൊണ്ടാണോ ലീഗുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്? പീഡനത്തിനും ഹിന്ദു മുസ്ലിമൊക്കെ ഉണ്ടോ? പ്രതിക്കും ഹിന്ദു മുസ്ലിമൊക്കെ ഉണ്ടോ? ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ആ പെൺകുഞ്ഞിന്റെ കരച്ചിലിന്റെ കൂടെ ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ ഹരീന്ദ്രന്റെ വാക്ക്, മദ്രസ അധ്യാപകന്മാരുടെ പീഡനത്തെ കുറിച്ച് ലീഗിന് എന്താ പറയും? ലീഗിന് എന്ത് പറയാൻ? മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ച ഹലാലായ പീഡന? ഇത് എവിടുത്തെ ന്യായം? എടോ, മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചാൽ ആരാടോ കേസ് കൊടുക്കുന്നത്? കുഞ്ഞിന്റെ ഉമ്മയാണ്, ലോക്കൽ കമ്മിറ്റി അല്ല. അവിടെ മതമുണ്ടോ? അവിടെ ഉസ്താദുണ്ടോ? എന്തുമാത്രം വർഗീയതയാണ് CPM-കാരാ നിങ്ങൾ ഈ കാലയളവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മാപ്പിള സഖാക്കളുടെ കാര്യമാണ്. അവരാണെങ്കിൽ കഷ്ടം ന്യായീകരിച്ച് ഒരു സാധു എന്നുള്ള ആത്മഹത്യ ചെയ്തു. എത്ര വെച്ചിട്ടാ ന്യായീകരിക്കുക? എത്രയെന്ന് വെച്ചിട്ടാ ന്യായീകരിക്കുക? എവിടേക്കാണ് നിങ്ങൾ ഈ നാടിനെ, ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ ഈ മാട്ടൂലിലെ ചില നരമ്പി രോഗികളുടെ ഈ ചൊറി തീർക്കാനുള്ളതല്ല ഈ രാജ്യത്തിലെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും തെരഞ്ഞെടുപ്പും വോട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ചെറിയ കേസാണ്. നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതൊന്നും എവിടെയും നിൽക്കൂല. തലയില്ലാത്ത തെങ്ങുമ്മ കയറിയാന്ന് പണ്ടേ പറഞ്ഞു. തലയൊക്കെ വേറെ എവിടെയാണ്? മേൽപ്പെട്ട് പോയാൽ അവിടെ നിൽക്കൂലേ? എന്തെങ്കിലും ഉണ്ടോ? നാട്ടിലെ ചെറിയ പ്രശ്നം എടുത്തിട്ട് അത് വലുതാക്കിയിട്ടാണോ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയേണ്ടത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്? മനുഷ്യരെ തമ്മിൽ പകുക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ നിൽക്കേണ്ടത്? ഞാൻ അതല്ലേ പറഞ്ഞത് ആസാമിനെ കുറിച്ച്. തമാശ കളിയാണോ ഇത്? എന്നോട് ചിലരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ പറയാത്തത്? നിങ്ങൾ പറയണ്ടേ? എന്തു പറയാം? മരിച്ചു കഴിഞ്ഞാൽ ഒരു മര്യാദ നമ്മൾ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിണ്ടാതെ നിൽക്കണ്ടേ? കുറ്റം പറയാൻ പാടുണ്ടോ? അതുകൊണ്ടല്ലേ പറയാം. ഞാനിവിടെ വരുമ്പോൾ എന്നോട് ആരോ പറഞ്ഞു, മാട്ടൂളിൽ ഈ സംഭവം ഉണ്ട്. ഇത് ലോകത്ത് എവിടെയാണ് ബാക്കിയുള്ളത്? ഞാൻ അറിയാണ്ട് ചോദിക്കാൻ, ഇത് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കേണ്ട സാധനമാണോ? എന്തെല്ലാം സംഭവിക്കണം നിങ്ങൾ അറിയുന്നുണ്ടോ? പിണറായി വിജയൻ ഇരുന്ന് കക്കുകയാണ്. ആ ഒരു വിഷയമല്ലേ? മോദിൻ്റെ പണിയെടുക്കുകയാണ്. കക്കുകയാണെ തരക്കടില്ല. ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ദൈവത്തിൻ്റെ സ്വത്ത് കക്കാൻ പാടുണ്ടോ? അതിലൊരു മര്യാദ കാണിക്കണ്ടേ? എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ കൂടെ എൻ്റെ യാത്രയിൽ വരെ സുഹൃത്തുക്കൾ സ്വാമിമാരാണ്. അവർ പറയൂ, ഈ ശബരിമലയിൽ പോയാൽ മലയാളികൾ എന്തെങ്കിലും ചെറിയ ഇതൊക്കെയാണ് ഇടുക, കാണിക്കുക, ചെറുതായിട്ടാണ് ഇടുക. പക്ഷേ ആന്ധ്രയിൽ, കർണാടകയിൽ അവിടെ നിന്നൊക്കെ വരുന്ന സ്വാമിമാർ സ്വർണ്ണമാലയൊക്കെ പൊട്ടിച്ചിട്ടാണ് കാണിക്കിടുക. ആ സാധുക്കൊക്കെ അറിയില്ലല്ലോ ഒരു പെരും കള്ളനാണ്, ഇതൊക്കെ അടിച്ചു മാറ്റി പോകും എന്ന് അവർക്ക് അറിയില്ലല്ലോ. മറ്റ് സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാരല്ലേ അവർ കാണുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു തോന്നിയാസാണ്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ദൈവം ശബരിമലയിലാണ്, അയ്യപ്പനാണ്. വേറെ ക്ഷേത്രം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാവരും കൂടെ മണ്ഡലകാലമായി ഇങ്ങോട്ട് വരുന്നത്. 41 ദിവസത്തെ വ്രതാണ്. പഞ്ചശുദ്ധി വരുത്തണം എന്നാണ്. പഞ്ചശുദ്ധി വരുത്തണം: ശരീരശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി. ഇതൊക്കെ വരുത്തണം. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാക്കണം. ഇന്ദ്രിയാണാമഖി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായോർണമവിമാംസേ. ഇന്ദ്രിയത്തൊക്കെ നിയന്ത്രിച്ച് എന്നിട്ട് 18ാമത്തെ പടി കയറുമ്പോൾ ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും അഷ്ടരാഗത്തിൻ്റെയും പ്രതീകമെന്നാണ് ആ പടിക്ക് പറയുന്നത്. മുകളിലെത്തുമ്പോൾ അയ്യപ്പൻ പറയും, നിങ്ങളെല്ലാവരും ഇപ്പം അയ്യപ്പന്മാരായി, നിങ്ങൾ അയ്യപ്പനെ തെരഞ്ഞല്ലേ വന്നത്. മുകളിൽ പടി കയറി എത്തുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നാകുന്ന മുഹൂർത്തത്തെയാണ് അയ്യപ്പൻ്റെ സന്നിധാനം.
അയ്യപ്പന് കാട്ടിലാണ് താമസിക്കണത്. അതുകൊണ്ട് പമ്പ വരെ നല്ല റോഡ്, പണ്ട് റോഡേ ഇല്ല, കഷ്ടപ്പാടാണ് അങ്ങോട്ട് പോകാൻ. അന്നാണ് ഞാൻ, എൻ്റെ വീട് അയ്യപ്പ ക്ഷേത്രത്തിന് അടുത്താണ്. സുബൈ ബാങ്ക് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാൻ നീച്ചാൽ കേൾക്കുക അമ്പലത്തിലെ പാട്ടാണ്. ഏകദേശം എല്ലാ പാട്ടുകളും കാണാതെ അറിയും, എല്ലാ ദിവസവും കേൾക്കും. അതിൽ ഉള്ളൊരു ഇതാണ്, കല്ലും മുള്ളും കാലുക്ക് മെത്തെ, കല്ലും മുള്ളും കാല് മെത്ത പോലെ ആക്കിയിട്ട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ വി ഡി സതീശൻ പറയുന്നുണ്ട്, പിണറായി വിജയന് അയ്യപ്പ സംഗമത്തിൽ ആരോ ഇത് എഴുതി കൊടുത്തു, അല്ലാണ്ട് ഇയാൾക്ക് ചൊല്ലിയിട്ട് ശീലമൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ പറയാണ് കല്ലും മുള്ളും കാലുമക്കുത്തെ, എന്ത് കാലുമക്കുത്തെ, കാലുക്ക് മെത്ത എന്നാണ്, ഇതറിയില്ല. അപ്പോൾ ഈ അയ്യപ്പൻ കൊടുങ്കാട്ടിലാണ്, കാട്ടിൻ്റെ ഉള്ളിലാണ്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, ആർത്തവകാലത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ വരരുത്. അയ്യപ്പൻ്റെ നിഷ്ഠയാണ്. അയ്യപ്പൻ കോപിക്കും, ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പോകും. അതാണ് വിശ്വാസം. കൊല്ലങ്ങളായി, പതിറ്റാണ്ടുകളായി ഒരു സമൂഹം കൊണ്ടു നടക്കുന്ന വിശ്വാസം. വനിതാ മതിൽ കെട്ടിയിട്ട് തകർക്കാൻ നോക്കി, എനിക്കതിൽ അതിശയമൊന്നുമില്ല. പക്ഷെ ആ വനിതാ മതിലിൽ പർദ്ദ ഇട്ട പാത്തുമ്മയും എന്താണ് തല ചുറ്റുമറച്ച സുബൈദയൊക്കെ ആ ജാഥയിൽ. ഞാൻ ചോദിക്കണത്, സുബൈദക്ക് എന്താ ശബരിമല കാര്യം, പാത്തുമ്പക്ക് എന്താ ശബരിമല കാര്യം? എല്ലാവർക്കും ഓരോ വിശ്വാസമല്ലേ? ആ വിശ്വാസങ്ങൾ അങ്ങനെയല്ലേ? ഇതാ യക്ഷബാങ്ക് കേട്ടല്ലോ, ആരാ ബാങ്ക് കൊടുത്തത്? ഒരാണിൻ്റെ ശബ്ദം. ലോകത്ത് മുഴുവൻ പോയിട്ടില്ലേ മാട്ടുള്ളവർ? ലോകത്ത് എവിടെയെങ്കിലും പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്താ പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്താൽ മൈക്കുന്ന് പുറത്തു വരില്ലേ? സത്യത്തിൽ ആണുങ്ങളെക്കാൾ നല്ല ശബ്ദമല്ലേ പെണ്ണുങ്ങളത്? എന്നിട്ടും എന്തേ ബാങ്ക് കൊടുക്കാത്തത്? അത് വിശ്വാസമാണ്. പെണ്ണുങ്ങൾ കൊടുത്താൽ മൈക്കിൽ വരൂലേ? അത് യുക്തിയാണ്. യുക്തിയും വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആർത്തവകാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഖുർആൻ ഓതുവോ, നോമ്പ് നോക്കുവോ, നിസ്കരിക്കുവോ? അത് ഇസ്ലാമിലെ വിശ്വാസമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ശബരിമലയിലെ വിശ്വാസത്തെ ലംഘിക്കാൻ പോവാ? അതിന് പിന്തുണ കൊടുക്കാൻ പോവാ? ഒരു ചുവന്ന കൊടിയും കെട്ടിയിട്ട് വിളിക്കുന്നിടത്തൊക്കെ പോവലല്ല. കോമൺ സെൻസ് വേണം. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുകയാണ്. അത് തിരിച്ചറിയാൻ പറ്റണം. മനുഷ്യനെ തമ്മിൽ തല്ലിച്ചിട്ടല്ല രാഷ്ട്രീയം ഉണ്ടാക്കേണ്ടത്, അവരെ തമ്മിൽ തല്ലിച്ചല്ല വോട്ട് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ 27,000 മനുഷ്യരുടെ പേരിൽ കേസെടുത്തു. ഭക്തന്മാരുടെ പേരിൽ നാമം ജപിച്ചതിന്, ശരണം വിളിച്ചതിന്. ആദരവായി അവരെ കൊണ്ടു നടക്കുന്ന ഇരുമുടിക്കെട്ട് റോട്ടിലിട്ട് ചെതറി. എന്തിനു വേണ്ടിയായിരുന്നു? ഹിന്ദുമത വിശ്വാസികൾ വിചാരിക്കുന്നുണ്ട് വെറുതല്ല മക്കളെ കേസൊക്കെ പുറത്തു വന്നത് അയ്യപ്പന്റെ കോപാണ്. മനസ്സിലായിക്കോ? നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി. എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ ആളെ തെല്ലിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ കക്കുക. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു, മകളെ പേരിൽ നോട്ടീസ്, മകൻ്റെ പേരിൽ നോട്ടീസ്, അച്ഛൻ്റെ പേരിൽ നോട്ടീസ്, അമ്മോശൻ്റെ പേര്. ഈ തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്ന് കേട്ടില്ല നിങ്ങൾ? എന്നാൽ തിരുട്ട് ഫാമിലി എന്ന് കേൾക്കുന്നത് ഈ പിണറായി വിജയൻ്റെ കുടുംബമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാണ്, ഗൗരവത്തോടെ ഈ രാഷ്ട്രീയത്തെ കാണണം. ഇത് മാട്ടൂലിലെ കുറച്ചാളുകളുടെ പ്രശ്നമൊന്നുമല്ല, ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തിൻ്റെ പരിരക്ഷയുടെ പ്രശ്നമാണ്. ഈ രാജ്യം എങ്ങനെ പോകണമെന്നതിൻ്റെ ഒരു വിശാല വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഞാനും മാത്രമുള്ള ഇഷ്യൂ അല്ല, മാട്ടൂളിൽ നിൽക്കുന്ന ചെറിയ പ്രശ്നമല്ല. ഞാൻ നിങ്ങളുടെ വോട്ടുകൾ പാഴാക്കി കളയരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ നിങ്ങളുടെ വോട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെയുള്ള അടയാളപ്പെടുത്തലാണ്. എനിക്ക് മാട്ടൂലിലെ പഞ്ചായത്തിലെ ഭരണം ഞാൻ നോക്കിക്കണ്ട ആളാണ്. നിങ്ങളുടെ ലൈവ് മാട്ടൂൽ അടക്കമുള്ള പദ്ധതികൾ ഞാൻ കണ്ട ആളാണ്. ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഫാരിഷ ടീച്ചറുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ നടത്തിയിട്ടുള്ള നസീർക്കൊക്കെ അതിന് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. പഞ്ചായത്ത് മാത്രമല്ല, എല്ലാ സോഴ്സുകളെയും ഒരു ഗ്രാമത്തിൽ കൊണ്ടുവരിക, അവനവനാകാവുന്നത് പോലെ അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവുക, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ അഴീക്കോട് വന്നപ്പോൾ അവിടെ ആർദ്രം എന്നുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. നമ്മൾ ആരൊക്കെ വെല്ലുവിളിച്ചാലും അത് ചെയ്യുക എന്ന് പറയുന്നത് കാര്യമാണ്. അല്ല പഞ്ചായത്തിൽ നിന്ന് മോളിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ അത് മാത്രം നടക്കില്ല. ഈ മാട്ടൂൽ എന്ന പ്രദേശത്തിൻ്റെ സകലമായ റിസോഴ്സുകളും
ഒരു ചരടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ വിശാലാർത്ഥത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷനാണ് മാട്ടൂലിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചത്. അതിനു മുമ്പുള്ള കാലങ്ങളിലും UDF-ൻ്റെ ഒരു വലിയ മുന്നേറ്റം ഞാൻ നിങ്ങളോട് പറയുന്നു. ആ മുന്നേറ്റം നടത്തുമ്പോൾ നേരത്തെ ബഹുമാന്യയായ സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞ പോലെ 12ാം വാർഡിനെ കുറിച്ച് പറഞ്ഞു. 12ഉം 13ഉം 14 അങ്ങനെയൊന്നുമല്ല. ഈ മാട്ടൂലിൻ്റെ എല്ലാ മണൽത്തരികളിലും വികസനത്തിൻ്റെ നാമ്പെത്തിക്കുവാനുള്ള പ്രയാണത്തിനാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. കുത്തിത്തിരിപ്പുകാരെ, ഫിത്തിനക്കാരെ, താൽക്കാലികമായ ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കാവുന്ന ഒട്ടും പ്രൊഡക്റ്റീവല്ലാത്ത ചില ശല്യങ്ങളെ, കൃമികളെ വോട്ടെന്ന മരുന്നടിച്ച് നശിപ്പിച്ച് കളയുക. അതേ മരുന്നുള്ളൂ. ജനാധിപത്യത്തിൽ ഏറ്റവും നല്ല കീടനാശിനി എന്ന് പറയുന്നത് വോട്ടാണ്. ഈ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കണം എന്ന് മാത്രം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.